പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾക്കായി സ്തോത്രം. എസ്രയുടെ പുസ്തകം പറയുകയാണ്, കോരശിനെ ദൈവം ഉണർത്തി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഉണർത്തും. തീർന്നില്ല. അതിന്റെ എസ്രയുടെ പുസ്തകം 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ യഹൂദന്മാരെയും ബെന്യാമിനെയും പിതൃഭവനത്തിൽ തലവന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും ദൈവം ഉണർത്തിയ ഏവനും യെരൂശലേമിൽ യഹോവയുടെ ആലയം പണിയുവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. ഒരു മനുഷ്യനെ മാത്രമല്ല, ഒരു ഗാങ്ങിനെ മുഴുവൻ ദൈവം ഉണർത്തി. എത്ര മനോഹരമാണ് ഈ തിരുവചനം. ദൈവം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതുമായി അനുബന്ധിച്ചിരിക്കുന്ന എല്ലാറ്റിനെയും ഉണർത്തും. ആമേൻ. നിന്റെ മേലുള്ള നിന്നെ ഉണർത്തുമ്പോൾ നിന്റെ നിയോഗത്തെ സഹായിക്കേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട, ഹെൽപ്പ് ചെയ്യേണ്ടവരെ എല്ലാം ദൈവം ഉണർത്തും. നീ ഒറ്റയ്ക്ക് വണ്ടിക്കാള വണ്ടി വലിക്കുന്നത് പോലെ കഠിനാധ്വാനം ചെയ്ത് നിന്റെ ദർശനത്തിലേക്ക്, നിയോഗത്തിലേക്ക് കയറേണ്ട ഒരു ഗ്രൂപ്പിനെ മുഴുവൻ ദൈവം ഉണർത്താൻ പോകുകയാണ്. ഇതൊരു ദൂതാണ്, ഒരു ദൈവശബ്ദമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മേലുള്ള നിയോഗം അനുസരിച്ച് ഒരു കൂട്ടത്തെ മുഴുവൻ ദൈവം ഉണർത്തും.